കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ, വയനാട് ജില്ലയിലാണല്ലോ കണ്ണൂർ യൂണിവേഴ്സിറ്റി വ്യാപരിച്ചു കിടക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഈ കഴിഞ്ഞ നവംബറോടുകൂടെ ഗവർണർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ അധ്യാപകർ ക്വാളിഫൈഡ് അല്ല എന്നും അത്തരം അധ്യാപകരെ വെച്ചുകൊണ്ട് ഇനി കോഴ്സുകൾ നടത്താൻ പറ്റില്ലെന്നും ആ അധ്യാപകർ പിരിഞ്ഞു പോകണമെന്നാണ് പ്രധാനമായിട്ടും അന്ന് ആവശ്യപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സമരം നടത്തി. SFCTSA സെൽഫ് ഫിനാൻസിങ് കോളേജ് ടീച്ചേഴ്സ് ഇൻ അസോസിയേഷൻ സമരം നടത്തുകയും ആ സമരത്തിന്റെ ഭാഗമായിട്ട് VC പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ട് VCയുടെ ഒരു സർക്കുലർ, VCയുടെ സർക്കുലറിന് മിനിറ്റ്സിന്റെ കോപ്പി ഇറങ്ങിയുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം VCമാരുടെ മീറ്റിംഗിൽ ശേഷം വന്നൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതേ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് വരാൻ പോകുന്ന ഏകജാലക സംവിധാനത്തിന് മുന്നേ ഈ അധ്യാപകരൊക്കെ പിരിഞ്ഞു പോകണമെന്നും അതോടൊപ്പം ഈ കോഴ്സുകൾ, അത്തരം കോഴ്സുകൾ ഡിസബിലിറ്റി ചെയ്യണമെന്നുള്ള കർശനമായ നിലപാടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു വരുന്നത്. 2018 മുന്നെയാണ് ഈ മേഖലയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ജോലി ചെയ്തിട്ടുള്ളത്. 2018 മുന്നേ UGC റെഗുലേഷൻ വരുന്നതിന് മുമ്പെയാണ് എല്ലാവരും ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള അധ്യാപകരാണ്. 10, 20, 25 വർഷക്കാലം പ്രവർത്തന പാരമ്പര്യമുള്ള അധ്യാപകരാണ്. അവരോടാണ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോണെന്ന് പറയുന്നത്. യോഗ്യത ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കൊക്കെ ആ സെലക്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ കൃത്യമായ യോഗ്യതകൾ ഉണ്ടായിരുന്നു. ആ യോഗ്യതകൾക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ UGC നെറ്റിന്റെ അഭാവത്തിൽ ഇന്നയാളെ എടുക്കാവുന്നുണ്ടല്ലോ, ക്ലോസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ജോലി ചെയ്ത ആൾക്കാരെയാണ്. ഒരിക്കൽ പോലും അവരോട് പിരിഞ്ഞു പോകണമെന്ന് ആ മാനേജ്മെന്റുകളോ യൂണിവേഴ്സിറ്റികളോ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരിക്കൽ പോലും പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടാത്തോളം അവരെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാണ്. 10-25 വർഷക്കാലം തുടരുന്ന അധ്യാപകരോട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നവംബറിന് ശേഷം പിരിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ അവരുടെ സാഹചര്യങ്ങളും കുടുംബജീവിതവും ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം പ്രധാനമായിട്ടും നടത്തിയത്. നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് VC പറഞ്ഞ വാക്ക്, അതായത് നേരത്തെ സമരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത വാക്ക് പാലിക്കണമെന്നും അക്കാഡമിക് ഇയറിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏകജാലക സംവിധാനം തുടങ്ങുന്നതിന് മുമ്പേ, +2 റിസൾട്ട് വന്നിട്ട് ഏകജാലക സംവിധാനം തുടങ്ങുന്നതിന് മുന്നേ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലുള്ള കോഴ്സുകൾക്ക്, പ്രത്യേകിച്ച് UG നടത്തുന്ന എല്ലാ കോഴ്സുകൾക്കും അംഗീകാരം കൊടുക്കണമെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതോടൊപ്പം ഈ പല സ്ഥാപനങ്ങളിൽ നിന്നും ഇപ്പം പിരിച്ചുവിടൽ ഭീഷണിയുടെ പക്കത്താണ്. ഒന്ന് അതിൽ പ്രധാനമായിട്ടും വിറാസ്, വാദിയൂത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, അവിടുന്ന് അധ്യാപകരെ പിരിഞ്ഞ് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അവിടുന്ന് അധ്യാപകരെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ട്. ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നും പാലിക്കാണ്ട്, ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ, സ്വാഭാവികമായിട്ട് പിരിച്ചുവിടണമെങ്കിൽ നോട്ടീസ് കൊടുക്കണ്ടേ, നോട്ടീസ് പോലും കൊടുക്കാതെ അങ്ങനെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഗ്രാറ്റുവിറ്റി പോലുള്ള ആനുകൂല്യങ്ങൾ ഒന്നും കൊടുക്കാതെ നിഷേധിച്ചുകൊണ്ടാണ് ഇത്തരം അധ്യാപകരെ പിരിച്ചുവിടുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ് ചെയ്യുന്നത്. ഈ മേഖലയിലെ ഇത്രയും വരുന്ന അധ്യാപകർ പോകുമ്പോൾ ഈ മേഖലയിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ഈ ഏകജാലക സംവിധാനം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ നേരെ ഈ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാവും. വലിയൊരു അരക്ഷിതാവസ്ഥ ഈ മേഖലയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിന് ഒരു തടയിടുകയും ഈ പറയുന്ന കുട്ടികളെ ഇവിടെ തന്നെ നിലനിർത്തുകയും ഈ അധ്യാപകരെ ഇവിടെ തന്നെ നിലനിർത്തുകയും ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ്, ഇപ്പൊ നാളെ സിൻഡിക്കേറ്റ് ഉണ്ട്, സിൻഡിക്കേറ്റ് എന്ത് തീരുമാനം എടുക്കും നമുക്കറിയില്ല. സിൻഡിക്കേറ്റിന് മുന്നേ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല വ്യത്യസ്ത രീതിയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും സിൻഡിക്കേറ്റിന് ഗവർണറുടെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഈ 2018 മുന്നേ ജോയിൻ ചെയ്ത, ദീർഘകാലം 2005 അതിന് മുന്നേക്ക് ജോയിൻ ചെയ്ത ആൾക്കാരോട് പിരിഞ്ഞു പോകണമെന്ന് പറയുന്നത് ഒട്ടും മാനുഷികമല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അധ്യാപകരെ മുഴുവൻ നിലനിർത്തണം. ഇനി 2018 ശേഷം 2021 സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് 2021. ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്താക്കാൻ പാടില്ല എന്നാണ് ഇത്രയും കാലം എല്ലാ യൂണിവേഴ്സിറ്റികളും സ്വീകരിച്ച നിലപാട്. എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും സർക്കുലർ പോയിട്ടുണ്ട്. ആ നിലപാട് എല്ലാ 21 ശേഷം ഉള്ള ആൾക്കാർക്ക് മാത്രം ഈ ഇളവ് കൊടുക്കുക, ഈ പറഞ്ഞിരുന്ന UGC നെറ്റ് എഴുതി എടുക്കാൻ ആവശ്യമായ ഇളവ് കൊടുക്കുക. ആ ഇളവ് കൊടുത്തിട്ട് അവരെയും ചേർത്ത് നിർത്തുക. പെട്ടെന്ന് സുപ്രഭാതത്തിൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രയാസമാവില്ല. കാരണം ഈ മേഖലയിലുള്ള പലർക്കും ഈ പറഞ്ഞ 40 വയസ്സ് കഴിഞ്ഞ്, 45 വയസ്സ് കഴിഞ്ഞ്, 50 വയസ്സ് വന്നവർക്ക് ഇനി UGC നെറ്റ് എഴുതിയെടുക്കുക എന്നുള്ളത് എഴുതിയെടുക്കാൻ സാധിക്കില്ല. പക്ഷെ PSC പോലുള്ള ജോലിക്ക് അവിടെ പ്രായപരിധി അവസാനിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നിലനിർത്തണം. പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടാവണം. അതുപോലെ ഈ ക്വാളിഫിക്കേഷൻ വിഷയത്തിൽ 2021 ശേഷമുള്ള ആൾക്കാരെ അവർക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ ആവശ്യമായ സമയം കൊടുക്കണം. 2018 2021 മുന്നിലുള്ള അധ്യാപകരെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കണമെന്നാണ് പ്രധാനമായിട്ടും SFCTSA സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ഇൻ അസോസിയേഷൻ പത്രസമ്മേളനത്തിന് മുമ്പായി നിങ്ങളോട് സൂചിപ്പിക്കുന്ന പ്രധാനമായിട്ട്. മറ്റു ഇപ്പൊ
കാലിക്കറ്റിൽ ഈ പറഞ്ഞ പോലെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളിൽ തന്നെ നോൺ നെറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് എക്സംഷൻ കൊടുത്തുകൊണ്ടാണ് അവിടെ പോകുന്നത്. കണ്ണൂർ മാത്രമേ ഇങ്ങനെ ഭയങ്കര കർശനമായ മർക്കടമുഷ്ടി സമീപനമായിട്ടാണ് അധികാരികൾ മുന്നോട്ട് പോകുന്നത് കാണുന്നത്. അതുപോലെ MGയിലോ അതുപോലെ കേരളയിലോ അങ്ങനെ ഉള്ള നിലപാടുകളും സ്വീകരിച്ച് കാണുന്നില്ല. കണ്ണൂർ മാത്രം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന അധ്യാപകരെ, പ്രത്യേകിച്ചിട്ട് PSCയുടെ AG മാർക്ക് കഴിഞ്ഞ അധ്യാപകരെ നിലനിർത്താൻ ആവശ്യമായ ഒരു സ്വീകരണം ഉണ്ടാവണമെന്നും ഒപ്പം തന്നെ അല്ലാത്തവരെ, നിലനിൽക്കുന്ന ആൾക്കാരെ പുറത്തുവിടാൻ വളരെ ക്രൂരമായിട്ടാണ് പുറത്തുവിടുന്നത്. ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. 15 വർഷം കഴിഞ്ഞ ഒരു അധ്യാപികയാണ് ഇന്നലെ ഇവിടുന്ന് മാത്തിൽ ഗുരുദേവ് പരിചയപ്പെട്ടത്. 3000-ഓളം അധ്യാപകർ ഈ മേഖലയിൽ അധ്യാപകർ മാത്രമാണ്, നോൺ ടീച്ചിങ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 50,000-ഓളം വരുന്ന അധ്യാപകരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സെൽഫ് ഫിനാൻസിങ് മേഖല പ്രവർത്തിക്കുന്നത് കാലിക്കറ്റിന്റെയും MGയുടെ ഒക്കെ കീഴിലാണ്. അവിടെയൊന്നും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും നിലവിലില്ല. കണ്ണൂർ ജില്ലയിൽ മാത്രം വരുന്ന അത്രയും കുടുംബങ്ങൾ അനാഥമാണ്. പ്രത്യേകിച്ചിട്ട് ഏജുമാർ കഴിഞ്ഞ അവരാണ് ഭൂരിപക്ഷം, PSCയുടെ ഏജുമാർ കഴിഞ്ഞവരാണ് ഭൂരിപക്ഷം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട്. കത്ത് നമ്മളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് നീട്ടിത്തരണം എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വർഷത്തേക്ക് ക്വാളിഫിക്കേഷൻ എക്വയർ എന്നാണ് അവർ പറയുന്നത്. ഒരു വർഷം കൊണ്ട് ഇപ്പം ക്വാളിഫിക്കേഷൻ കിട്ടണമെന്നില്ലല്ലോ. ഈ UGC എന്നൊക്കെ പറയാൻ നെറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടാവുന്ന കാര്യമില്ലല്ലോ. UGC കിട്ടാനോ? കോച്ചിങ് കിട്ടാത്തല്ലോ കിട്ടാത്തത്. PhD ചെയ്യണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ 3 വർഷം വേണം. ഒരു 3 വർഷത്തെ എക്സംഷനുകൾ ചുരുങ്ങിയത് കൊടുക്കണ്ടേ PhD ചെയ്യാൻ വേണ്ടിയിട്ട്? മാത്രമല്ല PhD ചെയ്യാൻ ആവശ്യമായ സംവിധാനവും യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരുക്കി തരണ്ടേ? പലപ്പോഴും അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. ഗൈഡുമാരുടെ പ്രശ്നം വ്യാപകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ PhD ചെയ്യാൻ പോകണമെങ്കിൽ ചുരുങ്ങിയത് 4-5 ലക്ഷം കൊടുക്കണം. ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിൽ ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-50 രൂപയ്ക്കുള്ളിൽ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റും. ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ ചുരുങ്ങിയ ശമ്പളത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരോട്. ഒന്നുകിൽ നിങ്ങൾ പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ നിങ്ങൾ PhD ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അതിന് തക്കതായ സമയം അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പ്രധാനമായിട്ടും സംഘടനയുടെ ആവശ്യം. ഇത് കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി ഇതുപോലെ സർക്കിൾ ഇറക്കിയിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് 25% നെറ്റ് ഹോൾഡേഴ്സ് വേണമെന്നുള്ളതാണ്. അതിലെ ടീച്ചേഴ്സിന്റെ 25% നെറ്റ് ഹോൾഡേഴ്സ് വേണമെന്നുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം ഇറങ്ങിയതിൽ 100% നെറ്റ് ഹോൾഡേഴ്സ് തന്നെയാണ്. അപ്പൊ നെറ്റ് ഇല്ലാത്ത ഒരാളും കോളേജിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോഴ്സ് ഡിസർട്ടേഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. എനിക്കറിയാം, ഇപ്പം കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ മൊത്തം നെറ്റ് ഹോൾഡേഴ്സിന് എടുത്താൽ പോലും ചിലപ്പോൾ ഒരു 10-20% കോളേജുകളുടെ റിക്വയർമെന്റ് ഫില്ല് ചെയ്യാൻ മാത്രമേ പറ്റൂ. അത്ര നെറ്റ് ഹോൾഡേഴ്സേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോളേജുകളൊന്നും നിലനിൽക്കില്ല. നേരത്തെ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന കുട്ടികൾക്കൊന്നും ഏകകാല സംവിധാനമായി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയും അവരൊക്കെ ചിലപ്പോൾ പുറമെ പോകുന്ന സാഹചര്യം വരും. അപ്പൊ ഇത്രയും ധൃതി പിടിച്ചിങ്ങനെ നടപ്പിലാക്കുമ്പോൾ നമുക്കും സംശയമുണ്ട്, ഇത് അങ്ങനെയുള്ള ഒരു അന്യസംസ്ഥാന ലോബിയുടെ കളി ഇതിന്റെ പുറകെ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഒറ്റയടി കഴിഞ്ഞ വർഷം പറഞ്ഞാൽ നമുക്ക് 25%, അത് 40%, അതങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാമെന്ന് VC ഉൾപ്പെടെയുള്ള യോഗത്തിനകത്ത് സിൻഡിക്കേറ്റ് നമ്മോട് പറഞ്ഞാൽ. പക്ഷെ ഇപ്രാവശ്യം 25 ഒറ്റയടിക്ക് 100% ആക്കി എല്ലാ കോഴ്സുകളും ഡിസഫിലിയേഷൻ നടത്തുമെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇതിനകത്തൊരു പുറമേയുള്ളവരുടെ ഒരു ഇതും കൂടി ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം. പങ്കെടുത്തതിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, പിന്നെ ഇല്ല വരാന്ന് പറഞ്ഞിട്ട് അറിയില്ല. തവണ നമ്മള് മാർച്ച് വെച്ചിട്ടുള്ളത് അന്ന് അവിടെ ശിവൻകുട്ടി മിനിസ്റ്ററുമായിട്ട് ഒരു വിഷ്വൽ മീഡിയക്കാരെ മുഴുവൻ ബന്ധപ്പെട്ടു. ആരും തന്നെ നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഇത്രയും തീവ്രമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അതിലൊരു താല്പര്യപ്പെട്ടിട്ട്